السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد. സൂറത്ത് അബസയുടെ 16 വചനങ്ങളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ നാം മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 17-ാമത്തെ വചനം മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ക്ലാസ്സിൻ്റെ നോട്ട് ഞങ്ങൾ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. നിങ്ങൾ ഗ്രൂപ്പിലില്ലാത്തവരിലൊന്ന് ചേർന്നാൽ മതി. ഇൻഷാ അല്ലാഹ്. قتل الإنسان ما أكفره من أي شيء خلقه من نطفة خلقه فقدره ഇൻസാന മാ അക്ഫറ. ഖുതില നശിക്കട്ടെ, അൽ ഇൻസാനു മനുഷ്യൻ, മാ അക്ഫറഹു. മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണല്ലോ. അക്ഫറ, കാഫർ എന്ന് പറഞ്ഞാൽ നന്ദി കെട്ടവൻ എന്നാണ്. കഫറ നിഷേധിച്ചവൻ, നന്ദി കെട്ടവൻ എന്നൊക്കെ. നിഷേധി എന്ന് പേരിട്ടാൻ കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചതുകൊണ്ടാണ്. അനുഗ്രഹങ്ങളെ നിഷേധിക്കുമ്പോഴാണല്ലോ നന്ദി കെട്ടവനാകുക. അക്ഫറ എന്ന് പറഞ്ഞാൽ നന്ദി കെട്ടവനാക്കി എന്നാണ്. അപ്പോൾ മാ അക്ഫറഹു, എന്താണ് അവനെ ഇത്ര നന്ദി കെട്ടവനാക്കിയത്? ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യൻ നാശമടയട്ടെ, എന്താണ് അവനെ ഇത്ര നന്ദി കെട്ടവൻ ആക്കിയത്? ഖത്തല എന്ന് പറഞ്ഞാൽ കൊന്നു എന്നാണ് അർത്ഥം, വധിച്ചു എന്ന്. ഖത്തല എന്നാണ് ഖുതില വന്നത്. അപ്പം കൊല നാശമാണല്ലോ. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് നാശമടയട്ടെ. അതൊരു ശാപ പ്രാർത്ഥനയാണ്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യൻ നാശമടയട്ടെ, എന്താണ് അവനെ ഇത്ര നന്ദി കെട്ടവനാക്കിയത്? മിൻ അയ്യി ഷൈഇൻ ഖലഖ, മിൻ അയ്യി ഷൈഇൻ, ഏതൊരു വസ്തുവിൽ നിന്നാണ്. ഷെയ് എന്ന് പറഞ്ഞാൽ ചെറിയ വസ്തുവിനാണ് എന്താ പറയുക? ഷെയ്. നമ്മൾ അറബികൾ ഷോയെ പറയല്ലേ, അതാണ്. മിൻ അയ്യി ഷൈഇൻ, ഏതൊരു വസ്തുവിൽ നിന്നാണ്. ഖലഖഹു, അവൻ അഥവാ അള്ളാഹു അവനെ അഥവാ മനുഷ്യനെ സൃഷ്ടിച്ചത്. ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു. ഖലഖഹു, അവനെ സൃഷ്ടിച്ചു. അവനെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്. മിൻ അയ്യി ഷൈഇൻ ഖലഖ, ഏതൊരു വസ്തുവിൽ നിന്നാണ് അവൻ അഥവാ അള്ളാഹു അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, മിൻ നുത്ഫത്തിൻ, നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ ബീജമാണ്. മിൻ നുത്ഫത്തിൻ, ഒരു ബീജത്തിൽ നിന്നാണ്. ഖലഖഹു, അവനെ സൃഷ്ടിച്ചത്. ഫ, എന്നിട്ട് ഖദ്ദറഹു, അവനെ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു. വ്യവസ്ഥപ്പെടുത്തി. ഖദ്ദറ എന്ന് പറഞ്ഞാൽ ഖദ്റാക്കുക, കണക്കാക്കുക, നിശ്ചയിച്ചു കൊടുക്കുക, നിർണയിച്ചു കൊടുക്കുക, അതൊക്കെയാണ്. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, മിൻ നുത്ഫത്തിൻ, ഒരു ബീജത്തിൽ നിന്ന്. ഖലഖഹു, അവൻ സൃഷ്ടിച്ചു. ഫഖദ്ദറഹു, എന്നിട്ട് അവനെ വ്യവസ്ഥപ്പെടുത്തി. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, ഒരു ബീജത്തിൽ നിന്ന് അവനെ സൃഷ്ടിച്ചു, എന്നിട്ട് അവനെ വ്യവസ്ഥപ്പെടുത്തി. സുമ്മ സബീല യസ്സറ, സുമ്മ സബീല യസ്സറ, സുമ്മ പിന്നെ, അസ്സബീല മാർഗം, വഴി, യസ്സറഹു അവന് എളുപ്പമാക്കി കൊടുത്തു. യസ്സറ, യുസ്ർ എന്ന് പറഞ്ഞാൽ എളുപ്പമാണല്ലോ, യസീർ എന്നൊക്കെ പറയും. ഇന്നമാൽ, അതന്നെ യുസ്ർ, അതിൻ്റെ ഫിഅലാണ്, വെർബാണ് യസ്സറ. യസ്സറ ഹു, ഹു എന്ന് പറഞ്ഞാൽ അവനെ. യസ്സറഹു, അവന് എളുപ്പമാക്കി കൊടുത്തു. സുമ്മ സബീല യസ്സറ, സബീൽ എന്ന് പറഞ്ഞാൽ മാർഗം, യസ്സറ എന്ന് പറഞ്ഞാൽ എളുപ്പമാക്കി. സുമ്മ സബീല യസ്സറ, പിന്നെ അവൻ
ചരിക്കേണ്ട മാർഗം അവന് എളുപ്പമാക്കി കൊടുത്തു. സുമ്മ അമാതഹു ഫഅഖ്ബറ. സുമ്മ പിന്നീട് അമാതഹു, മാത്ത എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നാ, അമാത എന്ന് പറഞ്ഞാൽ മരിപ്പിച്ചു അല്ലെങ്കിൽ മരണപ്പെടുത്തി എന്നൊക്കെയാണ്. നേരത്തെ നമ്മൾ കഫറ പറഞ്ഞപ്പോൾ അക്ഫറ പറഞ്ഞല്ലോ, അതേപോലെയാണ്. കഫറ എന്ന് പറഞ്ഞാൽ നന്ദികേട് കാണിച്ചു, അക്ഫറ എന്ന് പറഞ്ഞാൽ നന്ദികേട് കാണിപ്പിച്ചു എന്ന്. അപ്പോൾ സുമ്മ അമാതഹു, പിന്നെ അവനെ മരണപ്പെടുത്തി, ഫ എന്നിട്ട് അക്ബറഹു. അക്ബറ ഖബർ നമ്മൾ സാധാരണ പറയുന്നതാണ്, അതിൻ്റെ വെബാണ് അക്ബറ. എന്നിട്ട് അവനെ ഖബറിലാക്കി. ഖബറ അക്ബറ, അക്ബറഹു അവനെ ഖബറിലാക്കി. സുമ്മ അമാതഹു ഫഅഖ്ബറ, പിന്നെ അവനെ മരണപ്പെടുത്തി എന്നിട്ട് അവനെ ഖബറിലാക്കി. സുമ്മ ഇദാ ശാഅ അൻശറ, സുമ്മ ഇദാ ശാഅ അൻശറ, സുമ്മ പിന്നീട്, ഇദാ ശാഅ അവൻ ഉദ്ദേശിക്കുമ്പോൾ, അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴേ, അൻശറഹു അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. നശറ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടി എന്നൊക്കെയാണ്, എന്നാണ് അൻഷറ വന്നത്. അൻഷറഹു അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. സുമ്മ ഇദാ ശാഅ അൻഷറ പിന്നീട് അവൻ ഉദ്ദേശിക്കുമ്പോൾ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗം. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, അതിൻ്റെ പദാർത്ഥം ഭാഷാർത്ഥം നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഖുതിലൽ ഇൻസാനു മനുഷ്യൻ നാശമടയട്ടെ. മാ അക്ഫറ എന്താണ് അവനെ നിഷേധിയാക്കിയത്, അല്ലെങ്കിൽ എന്താണ് അവനെ നന്ദി കെട്ടവനാക്കിയത്. ഖുതിലൽ ഇൻസാൻ, അൽ എന്നാണ് പറഞ്ഞത്. അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹം മൊത്തത്തിലാണ്. മനസ്സിലായില്ലേ? എല്ലാവരെ പറ്റിയാണ് പറയുന്നത്. എന്തിനാണ് മൊത്തത്തിൽ പറഞ്ഞത്? മനുഷ്യനെ അള്ളാഹു ബഹുമാനിച്ചു എന്ന് വേറെ സ്ഥലത്തൊക്കെ പറയുന്നുണ്ടല്ലോ, ലഖദ് കറംന ബനി ആദം. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വാക്ക് അൽ ഇൻസാൻ എന്ന് ഉപയോഗിച്ചത്? എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം ഭൂരിപക്ഷം ജനങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും എന്താണ്? നന്ദി കെട്ടവരാണ്. ഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്തവരാണ്. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അള്ളാഹു പറയുന്നുണ്ട്, വമാ അക്സറന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. നബിയെ, നിങ്ങൾ ആഗ്രഹിച്ചാലും മഹാഭൂരിപക്ഷം ആളുകളും മുഅ്മിനുകളാകൂല. മനസ്സിലായില്ലേ? അതാണ് എന്ത് ഇങ്ങനെ അൽ ഇൻസാൻ എന്ന് പറയാൻ കാരണം. മൊത്തത്തിൽ എല്ലാ സമൂഹത്തെയും മനുഷ്യരെ മുഴുവൻ എന്ന് പറയാനുള്ള കാരണം. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. എന്തിനാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നത്, ശപിക്കട്ടെ എന്ന് അള്ളാഹു പറയുന്നത്? രണ്ട് സംഗതികളാണുള്ളത്. ഒന്ന്, ഇതൊരു വലിയ താക്കീതാണ്. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുന്നവൻ അവൻ ശാപത്തിന് അർഹനാണ്. അതാണ് താക്കീത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, സത്യത്തിൽ ഈ നന്ദികേട് കാണിക്കുന്നവർ അഹങ്കാരികളാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ സ്വീകരിക്കാതെ, ഇസ്ലാമിനെ സ്വീകരിക്കാതെ അതിനെ തള്ളിക്കളയുന്നവർ അഹങ്കാരികളാണ്. അപ്പോൾ സ്വാഭാവികമായി അവർക്കെന്താണ്? നാശത്തിനാണ് അവർക്ക് അർഹതയുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ ഗൗരവം കാണിക്കാനാണ്. അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുക എന്നത് ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. വിശ്വസിക്കാത്ത ഒരാൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്ത ഒരാൾ അവൻ മയ്യത്തിൻ്റെ പോലെയാണ്. അതാണ് ഖുതില എന്ന് പറയാൻ കാരണം. മയ്യത്തിൻ്റെ പോലെയാണ്. മയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ജീവനില്ലാത്തതാണല്ലോ. അവന് ശരിക്ക് ജീവനില്ല. കാരണം എന്താ വെച്ചാൽ, ജീവനുണ്ടെങ്കിൽ അവൻ എന്ത് മനസ്സിലാക്കണം? ജീവൻ നൽകിയവനെക്കുറിച്ച് മനസ്സിലാക്കണ്ടേ? അതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതുകൊണ്ടാണ് അല്ലാഹു തആല വേറെ സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഖുർആനെന്നും സ്വീകരിക്കാത്ത ആളുകളെക്കുറിച്ച്, അവമൻ കാന മയ്യിത്തൻ ഫഅഹ്യൈനാഹു
വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് കമൻ മസലുഹു ഫിദ്ദുലുമാത്ത് ലൈസ ബിഖാരിജിൻ മിൻഹാ. ഒരാളെ അള്ളാഹു ജീവിപ്പിച്ചു, എന്നിട്ട് അയാൾക്ക് നടക്കാനുള്ള സഞ്ചരിക്കാനുള്ള വെളിച്ചം നൽകി. അയാളും ഇരുട്ടിൽ തപ്പിത്തടയുന്നവനും ഒരേപോലെയാണോ എന്ന്. അപ്പോൾ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രകാശം നൽകി എന്നാണ്. മനസ്സിലായില്ലേ? പിന്നെ ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. മാ അക്ഫറ എന്നുള്ളതിന് നമ്മൾ അർത്ഥം പറഞ്ഞത് എന്താ? എന്താണ് അവനെ നിഷേധിയാക്കിയത്, അല്ലെങ്കിൽ എന്താണ് അവനെ നന്ദി കെട്ടവനാക്കിയത്? രണ്ടാശയമുണ്ട്. നന്ദി കെട്ടവനാണ് ഇവിടെ കൂടുതൽ ആപ്റ്റായിട്ട് വരുന്നത്. അതാണ് അതിൻ്റെ ഒരാശയം. മാ അക്ഫറ എന്നുള്ളതിന് വേറെ ഒരാശയം അറബി ഭാഷയിലുണ്ട്. മാ എന്നത് ഇല്ല, മാ എന്നുള്ളത് ചോദിക്കാൻ ഉപയോഗിക്കും. അതാണ് ഇവിടെ എന്ത് എന്ന് ചോദിച്ചത്. മാ ഹാദ എന്നൊക്കെ ചോദിക്കലുണ്ടല്ലോ നമ്മൾ. മാ ഹാദ ചോദിക്കാറുണ്ടല്ലോ. മനസ്സിലായില്ലേ? നിഷേധത്തിന് ഉപയോഗിക്കും, ഇല്ല എന്ന് പറയാൻ. മാ അരിഫ് അറിയില്ലേ? അല്ലെങ്കിൽ മാ അതിരി, മാ അരിഫ് എനിക്ക് അറിയില്ല. അതോടൊപ്പം അത്ഭുതം കാണിക്കാൻ മാ പറയും. അത്ഭുതം കാണിക്കാൻ മാ അജ്മൽ എന്ന് പറയും. ഓ, എന്തൊരു ഭംഗിയാണ്. മാ അജ്മലഹ. തോട്ടമൊക്കെ കണ്ടാൽ, പൂവൊക്കെ കണ്ടാൽ പറയും മാ അജ്മലഹ, എന്തൊരു ഭംഗിയാണ്. ഇവിടെ ആ ഒരാശയം കൂടി ഇതിലുണ്ട്. മാ അക്ഫറ, എന്തൊരു കുഫ്റാണ് അവൻ കാണിച്ചത്. എന്തൊരു കുഫ്റാണ് അവൻ കാണിച്ചത്. അള്ളാഹുവിൻ്റെ ഒരുപാട് ആയത്തുകൾ അവൻ കണ്ടു. അള്ളാഹുവിൻ്റെ ഒരുപാട് നിഅമത്തുകൾ അവൻ അനുഭവിച്ചു. അള്ളാഹു പ്രവാചകന്മാരിലൂടെ അയച്ച മുഅ്ജിസത്തുകൾ അവൻ കണ്ടു. അള്ളാഹുവിൻ്റെ ഖുദ്റത്തും അള്ളാഹുവിൻ്റെ കഴിവുമൊക്കെ ബോധ്യമാകുന്ന ഒരുപാട് സംഗതികൾ കണ്ടു. എന്നിട്ടും അതൊരു അത്ഭുതമാണല്ലോ. എന്നിട്ടും ഈ മനുഷ്യൻ എന്താ അങ്ങനെ? അല്ലേ? മനുഷ്യനോട് തന്നെ ചോദിക്കുന്നുണ്ട് അള്ളാഹുവിനെ കുറിച്ച് റെസ്പെക്ട്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ ചോദിക്കുന്നുണ്ട്. എന്താടോ നിനക്ക് അള്ളാഹുവിനോടൊരു റെസ്പെക്റ്റും തോന്നാത്തത്? വഖദ് ഖലഖക്കും അത്വാറ, നിന്നെ അവൻ സൃഷ്ടിച്ചത് പല പല സ്റ്റേജുകളിലൂടെയാണല്ലോ എന്ന്. അതിവിടെയും പറയാൻ പോകുന്നു. അലം നജ്അൽ ലഹു ഐനൈൻ ചോദിക്കുന്നുണ്ട്. അവന് നമ്മൾ 2 കണ്ണുകൾ നൽകിയില്ലേ? അത് പോരെ അവന് കുഫ്ർ കാണിക്കാതിരിക്കാൻ, ശുക്ർ കാണിക്കാൻ? അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ, നാവ് പോരെ? വശഫത്തൈൻ, 2 ചുണ്ടുകൾ നൽകിയില്ലേ? വഹദൈനാഹു നജ്ദൈൻ, 2 മാർഗങ്ങൾ അവന് പറഞ്ഞു കൊടുത്തില്ലേ? നല്ല മാർഗവും ചീത്ത മാർഗവും. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് കാണാം. ഖുർആനിൽ ഒരുപാട് സ്ഥലത്തുണ്ട് മനുഷ്യനെ ബോധ്യം. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം, എപ്പോഴും നമ്മൾ കേൾക്കണ ആയത്താ. യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, മാ ഗറക ബിറബ്ബിക്കൽ കരീം, കരീമായ മഹാനായ നിൻ്റെ റബ്ബിനെ കുറിച്ച് നിന്നെ വഞ്ചിച്ചത് എന്താണ്? എന്തുകൊണ്ടാണ് റബ്ബിനെ കേൾക്കാൻ നിനക്ക് സാധിക്കാതെ പോകുന്നത്? അപ്പോൾ ആ അർത്ഥത്തിൽ മാ എന്നത് കൗതുകത്തിന് വേണ്ടി പറയുമെന്നർത്ഥം, തഅജ്ജുബിന് വേണ്ടി പറയും. മനസ്സിലായില്ലേ? ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുമാത്രം സഹനമാണ് മനുഷ്യരോട് കാണിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു മാത്രമാണ് അവനെ സൃഷ്ടിച്ചതല്ലേ? അള്ളാഹു മാത്രമാണ് അവന് ഉപജീവനം നൽകുന്നത്. അള്ളാഹു മാത്രമാണ് മഴ കൊടുക്കുന്നത്. അള്ളാഹു മാത്രമാണ് വെളിച്ചം. ഒക്കെ അള്ളാഹു മാത്രമാണ് അല്ലേ? എന്നിട്ടും അവൻ ശുക്ർ കാണിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, വലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിമാ കസബു മാ തറക അലാ ളുഹരിഹാ മിൻ ദാബ്ബ. മനുഷ്യന്മാർ ചെയ്ത തിന്മയുടെ കാരണമായി അള്ളാഹു മനുഷ്യരെ പിടികൂടുകയാണെങ്കിൽ ഭൂമുഖത്ത് ഒരു ഇഴജന്തു പോലും ബാക്കിയാവില്ലാന്നോ? ഈ ജന്തുക്കളൊക്കെ എന്തിനു വേണ്ടിയുള്ള? മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ലേ? അമ്മാതിരി തിന്മകളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളൊക്കെ അനുഭവിക്കുന്ന സംഗതിയാണല്ലോ. അതാണ്. എന്നിട്ട് എന്താ? അതാണ് മാ അക്ഫർ. അപ്പോൾ അവിടെ തഅജ്ജുബുണ്ട്. എന്തൊരു അത്ഭുതമാണ് ഇത്. ഇങ്ങനെ നന്ദി കാണിക്കേണ്ട മനുഷ്യൻ ഇങ്ങനെ നന്ദികേട് കാണിച്ചവന് ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. വഹുവല്ലദീ അൻശഅക്കും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ
തഷ്കുറുൻ. അൽ ഇൻസാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് അൽ ഇൻസാൻ പറഞ്ഞത്. അലീലമ്മ തഷ്കുറുൻ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്ത് ശുക്ർ കാണിക്കുന്നത്. അതാണ് ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. ഞാനിത് ഇങ്ങനെ പറയുന്നത് എന്തിനാ വെച്ചാൽ ഇനി നമുക്ക് ഈ ആയത്ത് കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഈ എല്ലാ ചിന്തയും വരണം. അതിനാണ് അങ്ങനെ പറയണത്. മനസ്സിലായില്ലേ? നമുക്കൊരിക്കലും ഇനി കുഫർ നമ്മുടെ അടുത്ത് നിന്ന് വരരുത്. കുഫർ എന്ന് പറഞ്ഞാൽ നന്ദികേട് വരരുത്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. എന്നിട്ട് ചില സംഗതികൾ പറയാണ്. മിൻ അയ്യി ഷൈഇൻ ഖലഖ. അർത്ഥം പറഞ്ഞല്ലോ നമ്മൾ. മിൻ അയ്യി ഷൈഇൻ, എന്തിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഈ ആയത്തുകൾ ഇങ്ങനെ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നി? ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ഷൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖ. ഇങ്ങനെ ചെറിയ ചെറിയ ആയത്തുകൾ അല്ലേ? ചെറിയ ചെറിയ ആയത്തുകൾ. എന്തിനാണ് ഇതിങ്ങനെ ചെറുതാക്കി? കുറേ ആയത്തുകൾ വലുതാണല്ലോ. എന്തിനേക്കും ഈ ആയത്തുകളുടെ ചെറുപ്പുണ്ടല്ലോ. ഈ ആയത്തുകൾ എത്ര ചെറുതാ ഈ ആയത്തുകളൊക്കെ. അതുപോലെ ചെറുതാണ് മനുഷ്യജീവിതം എന്ന് മനസ്സിലാക്കാൻ. ഇനി മനുഷ്യജീവിതത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. അതുപോലെ ചെറുതാണ്. അതുപോലെ ചെറുത് എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്, വളരെ ചെറുത്. മനുഷ്യൻ പറയുമല്ലോ കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ലാ അശിയ്യതൻ ഔ ദുഹാഹ. അങ്ങനെ പറയും മനുഷ്യൻ. ഇപ്പോഴല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അത്രയും ചെറുതാണ് ജീവിതം. ഷോർട്ടാണ് ജീവിതം, വളരെ ഷോർട്ടാണ്. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. ഇതാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ജീവിതയാത്ര ഇതാണ്. ആ ജീവിതയാത്ര അവനെ ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഉണ്ടായത്? മിൻ നുത്ഫത്തിൻ, ഒരു നുത്ഫത്തിൽ നിന്ന്. എന്തിനാണ് ഇങ്ങനെ ഇത് ചോദിക്കണത്? ആദ്യം ചോദിക്കുകയാണല്ലോ ചെയ്തത്. മിൻ അയ്യി ഷൈഇൻ ഖലഖ. എന്തിനാ ചോദ്യം? അള്ളാഹ്ക്ക് അറിയാത്തതുകൊണ്ടല്ലല്ലോ ചോദ്യം. നമ്മുടെ ശ്രദ്ധ ഇതിലേക്ക് വരാനാണ്. നമ്മുടെ ശ്രദ്ധ വരണം. എന്തിൽ നിന്നാണ്? എന്നിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. മിൻ നുത്ഫത്തിൻ ഖലഖഹു. എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്? ഒരു ബീജത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ദ്രിയത്തിൽ നിന്ന്. രണ്ടും പറയാം. നുത്ഫത്ത്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഈ കാര്യം ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കയ്യിലേക്ക് ഇങ്ങനെ തുപ്പി. വസഖ യൗമൻ ഫി കഫിഹി. എന്നിട്ട് ഫവദ അലൈഹ ഇസ്ബഅഹു. നബിൻ്റെ വിരൽ ആ തുപ്പലിങ്ങനെ വെച്ചു. എന്നിട്ട് പറഞ്ഞു ഖാലല്ലാഹ്, അള്ളാഹു പറയും, ഇബ്ന ആദം അന്നാ തുഅ്ജിസുനി വഖദ് ഖലഖതുക മിൻ മിസ്ലി ഹാദി. മനുഷ്യ, എങ്ങനെയാണ് നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയുക? ഇതുപോലെയുള്ളൊരു വസ്തുവിൽ നിന്നല്ലേ ഞാൻ നിന്നെ സൃഷ്ടിച്ചത് അല്ലേ? ഇതുപോലെയുള്ളൊരു വസ്തുവിൽ തന്നെ സൃഷ്ടിച്ചത്. എന്നിട്ട് ഹത്താ ഇദാ സവ്വൈതുക് വഅദൽതുക്. എന്നിട്ട് നിന്നെന്താക്കി? പാകപ്പെടുത്തി, നേരെയാക്കി, വലുതാക്കി. മശൈത ബൈന ബുർദൈൻ. നീ കുപ്പായും പാൻറ്റും കുപ്പായും ഒക്കെ ഇട്ട് നീ ഇങ്ങനെ നടന്നു. വലിൽ അർദ് മിൻക വഈദ്. ഭൂമിയോട് പോലും നീ അഹങ്കാരിയായിരുന്നു. ഇതാണ് സാധനം. ചെറിയ നിസ്സാരമായ സാധനം. അതാണ് ഹുവല്ലദീ ഖലഖകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖത്തിൻ. സ്റ്റെപ്പ് ഇങ്ങനെ പറയാം ഉണ്ടായത്. ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ ഇത് പറയുന്നുണ്ട്. വലിയ അത്ഭുതമായിരുന്നു സത്യത്തിൽ ഇത്. എങ്ങനെയാണ് മനുഷ്യനുണ്ടായത് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹുവാണ് എന്ത് ചെയ്തത്? സൃഷ്ടിച്ചിട്ടുള്ളത്. സൃഷ്ടിച്ചതാകട്ടെ എന്തിൽ നിന്നാ? ഈ സാധനത്തിൽ നിന്നാണ്. നമുക്കറിയാം, ഞാനാണ് സൃഷ്ടിച്ചവനെന്ന് പറയാൻ ഒരു മനുഷ്യനും ധൈര്യം കാണിച്ചിട്ടില്ല. ഒരു മനുഷ്യനും. ഇബ്രാഹിം നബിയുമായിട്ടുള്ള സംവാദത്തിൽ മുട്ടിയപ്പോഴാണ് ആ രാജാവ് പോലും എന്ത് പറഞ്ഞത്? ഇന്നി അന ഉഹ്യി വ ഉമീത്ത് എന്ന് പറഞ്ഞു. അത് ഉത്തരം മുട്ടിയപ്പോൾ പറഞ്ഞ, വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട്. പക്ഷെ അദ്ദേഹം എന്താ കാണിച്ചത്? നമുക്കറിയാലോ എന്താ കാണിച്ചത്. അദ്ദേഹത്തിന് ജീവിപ്പിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം.
ഇല്ല. അപ്പോൾ കൊലക്ക് വിധിച്ചിരുന്ന 2 ആളെ കൊണ്ടുവന്ന് ഒരാളെ വെറുതെ വിട്ടു, ഒരാളെ കൊന്നും ചെയ്തു. അപ്പോൾ പറഞ്ഞ അനൗഹി, ഇതല്ലല്ലോ സത്യത്തിൽ, ഇതല്ലല്ലോ, ഇത് വിഡിത്തമല്ലേ. അപ്പോൾ അള്ളാഹു മാത്രമേ കഴിയൂ. മിൻ നുത്ഫത്തിൻ. നോക്കുക, ഈ നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ചെറിയൊരു സാധനമാണ്. ഒരു മ്ലേച്ഛമ നമ്മളെ ഡ്രസ്സിലൊക്കെ ആയാൽ നമ്മൾ എന്താക്കും? ഡ്രസ്സിൽ നുത്ഫത്തായാൽ ആരെങ്കിലും കാണുന്നത് നമുക്കൊരു മടിയല്ലേ? നിങ്ങൾ ആലോചിക്കുക, അതിനാണല്ലോ നമ്മൾ സൃഷ്ടിച്ച് അല്ലേ? കഴുകിക്കളയില്ലേ ഉടനെ പോയിട്ട്? സുബ്ഹാനല്ലാഹ്, അതിനാണ് നമ്മൾ സൃഷ്ടിച്ചത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കിബ്ർ കാണിക്കണം, അള്ളാഹുവിന് ശുക്ർ കാണിക്കാതിരിക്കുകയാണ്. അതാണ് മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു. ഫഖദ്ദറഹു, നുത്ഫത്തിൽ നിന്ന് സൃഷ്ടിച്ചു, ഫഖദ്ദറഹു, എന്നിട്ട് അവന് ഖദറാക്കി, വ്യവസ്ഥപ്പെടുത്തി എന്ന് പറയും. എന്താ വ്യവസ്ഥപ്പെടുത്തി എന്ന് പറഞ്ഞാൽ? ഭയങ്കരമാണ്. ആലോചിച്ചാൽ അന്തം കിട്ടാത്ത വ്യവസ്ഥപ്പെടുത്തല മനുഷ്യൻ്റെ ഇതിൽ ചെയ്തത്. നോക്കൂ, ഖദ്ദറ ലഹു, മനുഷ്യൻ എന്ത് കൊടുത്തു? അവന് വ്യത്യസ്തമായ അവയവങ്ങൾ നൽകി. ഭയങ്കര അത്ഭുതമല്ലേ? ഭയങ്കര അത്ഭുതമല്ലേ? കണ്ണ് ഭയങ്കര അത്ഭുതമല്ലേ? നാവ് ഭയങ്കര അത്ഭുതമല്ലേ? നിങ്ങൾ ആലോചിക്കൂ, എത്ര ഭാഷകൾ വേണമെങ്കിലും സംസാരിക്കാനും വഴങ്ങുന്ന നാവ്, ചുണ്ട് നൽകി. നിങ്ങൾ ആലോചിക്കൂ, എന്താ കൊടുക്കാത്തത്? അതിന് പുറമെ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത, അവൻ അനുഭവിക്കുന്ന ഒരുപാട് അവയവങ്ങൾ അല്ലേ? ഇൻറ്റേർണൽ ഓർഗൻസിൽ ഒരുപാട്. അതിനൊക്കെ എന്തെങ്കിലും ചെറിയൊരു ന്യൂനത വന്നാൽ, നിങ്ങൾ ആലോചിക്കും, ഞരമ്പൊന്ന് പടഞ്ഞാൽ എത്രയും നമ്മൾ ചിലവാക്കേണ്ടി വരിക. കിഡ്നിക്കൊരു സംഗതി വന്നാൽ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു എന്തുമാത്രം. അതാണ് ഖദ്ദറഹു. അതാണ് ഖദ്ദറഹു എന്ന് പറഞ്ഞാൽ ഒന്ന്. രണ്ടാമത്തേത് ഖദ്ദറഹു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വ്യവസ്ഥപ്പെടുത്തിയ സ്റ്റേജ് ഉണ്ടല്ലോ, മനുഷ്യൻ്റെ ജനിക്കുന്ന സ്റ്റേജ്, അത് ഭയങ്കരമല്ലേ? സൂറത്തുൽ മുഅ്മിനൂനിൽ അങ്ങനെ പറയുന്നുണ്ട്, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ ത്വീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر. വല്ല ബയോളജിയൊക്കെ പഠിപ്പിക്കണമായിരിക്കും. ഏത് കാലത്ത്? ഇതൊന്നും കണ്ടുപിടിക്കുന്നതിന് മുമ്പായി പറയുന്നത് മുഴുവൻ ഇങ്ങനെ, ഈ സ്റ്റേജുകളിൽ മുഴുവൻ ബീജം, അണ്ടം, സൈഗോട്ട് ഇങ്ങനെ വന്ന് വലുതായി പുറത്തേക്ക് വന്നു. ഭയങ്കര അത്ഭുതമല്ലേ ആ സൃഷ്ടിപ്പിൻ്റെ? ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയുന്നുണ്ട്. ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അള്ളാഹു എന്തുമാത്രം, അള്ളാഹുവിനെ പോലെ സൃഷ്ടിക്കാൻ, അത് ഭംഗിയായി സൃഷ്ടിക്കാൻ, പെർഫെക്റ്റായി സൃഷ്ടിക്കാൻ വേറെ ആർക്കും കഴിയുമോ? ആർക്കും കഴിയുമോ? ഏതെങ്കിലും ബയോളജി പണ്ഡിതന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടോ മനുഷ്യൻ്റെ കണ്ണ് ഇവിടെ അല്ല വേണ്ടിയിരുന്ന്, മൂക്കിൻ്റെ ഓട്ട താഴെ അല്ല വേണ്ടിയിരുന്ന്? അതാണ് വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ആരും അഭിപ്രായപ്പെട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, വളരെ പെർഫെക്റ്റായ സ്ഥലത്താണ് അതുള്ളത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, മനുഷ്യനും മനുഷ്യരല്ലാത്ത ജീവികളും തമ്മിലുള്ള വ്യത്യാസം അത് നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഭയങ്കരല്ലേ? ശാരീരികമായ വ്യത്യാസം തന്നെ ഭയങ്കരല്ലേ? ശാരീരികമായ വ്യത്യാസം, മാനസികമായ വ്യത്യാസം, ബുദ്ധിപരമായ വ്യത്യാസം, എല്ലാറ്റിലും ഭയങ്കര അത്ഭുതമല്ലേ? ഇനി ഖദ്ദറഹു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ്, മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ആലോചിക്കും. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഓരോ ദിവസവും 5 പ്രാവശ്യം ബ്ലഡ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന 100 കിലോമീറ്ററിലധികം നീളമുള്ള വൈൻസ് ഉണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ. 100 കിലോമീറ്ററിലധികം വെച്ചളന്നാലേ അതിലൂടെ ഇങ്ങനെ ബ്ലഡ് സഞ്ചരിക്കുക. അതൊരു ദിവസം 5 തവണ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ആമാശയത്തിൽ ആ ഭക്ഷണം ദഹിക്കാൻ വേണ്ടി 35 മില്യണിലധികം ദഹനരസങ്ങളുണ്ട്. 35 മില്യണിലധികം. ആ ദഹനരസത്തിന് വല്ല കേടും വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാല്? ഗ്യാസ് വരുന്നത്, ഛർദ്ദിക്കാൻ വരുന്നത്, നമ്മൾ പറയും ഡൈജഷൻ ഇല്ല എന്ന് പറയും.
സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു, ഇനി അതിലേറെ വലിയ അത്ഭുതമല്ല, അത് ഭയങ്കര ഒരു അത്ഭുതമുള്ള സംഗതി. നമ്മൾ കഴിക്കണത് എന്താ? മാംസം നമ്മൾ കഴിക്കും അല്ലേ? അത് ദഹിപ്പിക്കണത്, ഈ മാംസം കഴിച്ചിട്ട് അത് എങ്ങോട്ടാണ് പോണത്? ആമാശയത്തിലേക്ക്. ആമാശയം എന്താണ്? മാംസമാണ്. ആമാശയം ദഹിക്കണില്ല. അത് ഭയങ്കര കോട്ട് ചെയ്ത പാത്രം പോലെ അവിടെ നിൽക്കുക. അതിലേക്ക് ചെല്ലണ മാംസത്തെ ഈ ആമാശയം എന്ത് ചെയ്യാണ്? ദഹിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കി, ഭയങ്കര അത്ഭുതമല്ലേ? അത് സ്വയം ദഹിക്കണില്ല ആമാശയം, അതിലേക്ക് എത്തണ മാംസം അത് ദഹിപ്പിക്കുന്നു. ആരാണ് ഇതുണ്ടാക്കിയത്? ആരാണിത് ക്രമീകരിച്ചത്? ആരാണ് ഇങ്ങനെ രൂപമുണ്ടാക്കിയത്? ഭയങ്കര അത്ഭുതമല്ലേ? നമുക്കൊക്കെ അറിയാം, മനുഷ്യൻ്റെ ശരീരത്തിൽ ഓരോ സെക്കൻഡിലും, കേട്ടോ, ഒരു സെക്കൻഡിലാണ് പറഞ്ഞത്, ഓരോ സെക്കൻഡിലും 25 ലക്ഷം ചുവന്ന രക്താണുക്കൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു. 25 ലക്ഷം. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ, 25 ലക്ഷം. അതേ സമയത്ത് ഈ 25 ലക്ഷം ജനിക്കുമ്പോൾ അതേ സമയത്ത് 25 ലക്ഷം അണുക്കൾ ചത്തുപോകുന്നു, നശിക്കുന്നു. ഭയങ്കര സംഭവമല്ലേ? നിങ്ങൾ ആലോചിച്ചു, ഓരോന്നും ഓരോ സംഗതിയും. ശ്വസിക്കുന്ന വായു ഭയങ്കര അത്ഭുതമല്ലേ? ഭയങ്കര അത്ഭുതമല്ലേ? ഇവിടെയുള്ള എല്ലാ ചെടികളും സസ്യങ്ങളും വൃക്ഷങ്ങളും പുറത്തേക്ക് വിടുന്ന സാധാരണ നമ്മളെന്താക്കണത്? ശ്വസിക്കണം. നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് അവർ ശ്വസിക്കുന്നത്. അവർ പുറത്തേക്ക് വിടുന്ന ഓക്സിജനാണ് നമ്മൾ. എന്താ ഈ സർക്കിൾ നോക്കി, എന്ത് അത്ഭുതം! അതാണ് ഫഖദ്ദറഹു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തീരൂല അവിടെ നിന്ന്. ഖലഖഹു ഫഖദ്ദറഹു സുമ്മ സബീല യസ്സറ. സുമ്മ സബീല യസ്സറ. പിന്നീട് അവൻ്റെ വഴി എന്താക്കി? എളുപ്പമാക്കി. സുബ്ഹാനല്ലാഹ്. സുമ്മ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടാ, അതിനാണ് സുമ്മ പറയാം, അല്ലെങ്കിൽ ഫ എന്നാ പറയാം. ഫഖദ്ദറ എന്ന് പറഞ്ഞാൽ ഉടനെ നടക്കണേന് സുമ്മ എന്ന് പറഞ്ഞാൽ കുറച്ച് സാവകാശം. സുമ്മ സബീല യസ്സറ. എന്താണ് ഈ സബീൽ? നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പം എന്തിനെ കുറിച്ചായിരുന്നു? ബീജത്തെക്കുറിച്ചായിരുന്നല്ലോ അല്ലേ? മനുഷ്യനെ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ട് അവന് കുറേ ഓർഗൻസൊക്കെ വ്യവസ്ഥപ്പെടുത്തി കൊടുത്തു, എന്നിട്ട് പറഞ്ഞു സുമ്മ സബീല യസ്സറ. അപ്പോൾ സബീൽ ഏതാ? ഒന്നാമത് മനസ്സിലാക്കേണ്ടത് സബീൽ ഏതാന്ന് വെച്ചാൽ, മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഈ കുഞ്ഞ് പുറത്തേക്ക് വന്ന മാർഗം, അതാണ് സബീൽ. സുബ്ഹാനല്ലാഹ്. സബീൽ, മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഈ കുഞ്ഞ് പുറത്തേക്ക് വന്ന ആ സബീലുണ്ടല്ലോ, ഈ കുഞ്ഞിന് അവിടെ കഴിഞ്ഞുകൂടാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു. എന്നിട്ട് കൃത്യമായൊരു പീരീഡ് ആകുമ്പോൾ അതൊക്കെ വളരെ കൃത്യമാണ്. ഡോക്ടർമാരിങ്ങനെ ദിവസം ഇങ്ങനെ കണക്കാക്കി പറഞ്ഞു തരുമല്ലോ നമുക്ക്. ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന ദിവസം അത് പുറത്തേക്ക് വരിക. അത് പുറത്തേക്ക് വരുന്നത് എങ്ങനെ? അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിടിച്ചു വെക്കാനോ വേണ്ടെന്ന് വെക്കാനോ ആർക്കും കഴിയുമോ? ഇല്ല. സമയമായ അത് പുറത്തേക്ക് വരും. ഭയങ്കര അത്ഭുതമല്ലേ? നിങ്ങൾ ആലോചിച്ചു, പുറത്തേക്ക് വരുന്നത് ചെറിയ, വളരെ ചെറിയ, ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ആ പുറത്തേക്ക് വരുന്ന മഖ്റജ്, മാർഗം വളരെ ചെറുതായിരുന്നു അല്ലേ? നിങ്ങൾ ആലോചിച്ചു, പ്രസവ വേദന ആരംഭിക്കുമ്പോൾ ഈ മാതാവിന് ശക്തമായ സങ്കോചനങ്ങൾ അനുഭവപ്പെടും. പിന്നെ അത് വലുതാണോ ചെറുതാണോ ഒക്കെ അനുഭവപ്പെടും അല്ലേ? എന്നിട്ട് ഭയങ്കരമാണ്. പ്രസവം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ആ സങ്കോചനത്തിൻ്റെ ശക്തിയിലാണ് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. നോക്കൂ, അത് ഉണ്ടാകുമ്പോഴേ, അത് പുറത്തേക്ക് വരുന്ന സമയത്തെ ആ വഴി എന്താവുള്ളൂ? തുറക്കുള്ളൂ. സുമ്മ സബീല യസ്സറ. അപ്പോഴേ തുറക്കുള്ളൂ. അതിന് മുമ്പെങ്ങാനും പറയട്ടെ, അതിന് മുമ്പെങ്ങാനും ഈ വഴി തുറന്നിരുന്നുവെങ്കിൽ എന്താ ഉണ്ടാകുക എന്നറിയെങ്കിൽ? എന്താണ്? ഈ കുഞ്ഞ് മീറ്ററുകൾ അപ്പുറത്തേക്ക് തെറിച്ചു വീഴും. ആ സമയത്തേ ഉള്ളൂ. ഭയങ്കരമാണ്. അവിടെ ഒരു അസ്ഥിയുണ്ട്, ഈ പെൽവിസ് അസ്ഥി എന്ന് പറയും. അത് പ്രസവ സമയത്ത് അതിങ്ങനെ വ്യാപിക്കും, വലുതാവും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ കുറേ ഹോർമോണുകളാണ് ഈ കുഞ്ഞിനെ ചുറ്റിയിരിക്കുന്ന ആവരണം തുറക്കാൻ വേണ്ടി അല്ല അയക്കുന്നത്. കുറേ ഹോർമോണുകൾ. എന്നിട്ട് ആ ഹോർമോണിലൂടെയാണ് ഈ കുഞ്ഞിങ്ങനെ പുറത്തേക്ക് വരുന്നത്. കുഞ്ഞിന് പുറത്തേക്ക് വന്നാലോ ഗർഭപാത്രം എന്തായി? ചുരുങ്ങി. പിന്നെ ഗർഭനാളം പുറത്തേക്ക് വരും. പ്ലാസം നമ്മൾ പറയും, അത് പുറത്തേക്ക് വരും. പിന്നെ ചൊല്ലിച്ചു നോക്കി, അതിങ്ങോട്ട് പുറത്തു വന്നതിന് ശേഷം പ്രസവം കഴിഞ്ഞതോടെ ഗർഭപാത്രം വീണ്ടും എന്തായി? ഒരു കല്ല് പോലെയായി. ഒരു കല്ല് പോലെ കട്ടിയായി. എന്തിനാണ് കട്ടിയാണ്? അതപ്പം കട്ടിയായിട്ടില്ലെങ്കിൽ ഈ മാതാവ് മരിച്ചു പോകും. ഭയങ്കര അത്ഭുതം. സുമ്മസബീല യസ്സറ. അതാണ് സുമ്മസബീല യസ്സറ എന്ന് പറഞ്ഞാൽ ഒരാശയം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ആശയം സുമ്മസബീല യസ്സറ, മനുഷ്യന് അവൻ്റെ മാർഗം എളുപ്പമാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ രണ്ട് മാർഗം അള്ളാഹു പറഞ്ഞു കൊടുത്തു. ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ. ഒന്നുകിൽ അവന് നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനാകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടിനും എന്ത് ചെയ്തിട്ടുണ്ട്? സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. രണ്ടിനും സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. നന്ദിയുള്ളവനായി ജീവിക്കാനും സൗകര്യം ചെയ്തു കൊടുത്തു, അതാണ് മാർഗം. സൗകര്യം ചെയ്തു. നന്ദി ഇല്ലാത്തവനായി ജീവിക്കാനും സൗകര്യം ചെയ്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. പിന്നെയോ സുമ്മ അമാതഹു, പിന്നെ അവൻ പുറത്തേക്ക് വന്ന് ഇവിടെ കുറേ കാലം ജീവിച്ചു. എന്നിട്ട് അവനെ അമാതഹു, അവനെ മരിപ്പിച്ചു. ഫഅഖ്ബറഹു, എന്നിട്ട് അവൻ എന്താക്കി? ഖബറിലാക്കി. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആലയാണ് എന്തുണ്ടാക്കിയത്? ഹയാത്തും മൗത്തും ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. അത് ഖദറാക്കിയത് അള്ളാഹുവാണ്. അല്ലേ? ഭയങ്കര അത്ഭുതമല്ലേ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് എപ്രകാരമാണോ കുഞ്ഞ് പുറത്തു വന്നത്, അപ്രകാരം ഭൂമിയുടെ ഗർഭാശയത്തിലേക്ക് ഈ കുഞ്ഞിനെ അയക്കുക എന്നതാണ് എന്ത്? അഖ്ബറ എന്ന് പറഞ്ഞത്. ഭൂമിയുടെ ഗർഭാശയത്തിലേക്കാണ് ഈ കുഞ്ഞിനെ അയച്ചത്. നിങ്ങൾ ആലോചിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഒരു സംഗതി. അള്ളാഹു ഈ ഖബറടക്കുക എന്ന് പറഞ്ഞൊരു സംവിധാനം മനുഷ്യന് കാണിച്ചു കൊടുത്തല്ലോ. വലിയൊരു നിഅമത്തല്ലേ? അല്ലേ? നമുക്ക് മനുഷ്യന് കുഴി കുഴിക്കാനും അതിൽ ഈ ജീവൻ പോയാൽ മനുഷ്യനെ കൊണ്ടുപോയി വെക്കാനുമൊക്കെ അത് മറ്റേ ആദം അലൈഹി ഇസ്ലാമിൻ്റെ 2 കുട്ടികളുടെ കഥയിലൂടെ അല്ലേ പഠിപ്പിച്ചത്? അല്ലേ? ഫബഅസല്ലാഹു ഗുറാബൻ യബ്ഹസു ഫിൽ അർദ് ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖി. ഒരു കാക്ക വന്നിട്ട് ഇങ്ങനെ മാന്തിയതാ. എന്തിനാ മാന്തി? ലിയുവാരി. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ, തൻ്റെ സഹോദരൻ്റെ ജഡം എപ്രകാരമാണ് ഖബറടക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭയങ്കര അത്ഭുതമല്ലേ? ഖബർ എന്ന് പറഞ്ഞ സംവിധാനം തന്നെ ഭയങ്കര അത്ഭുതമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാണിച്ചു തന്നതല്ലേ നമുക്ക്? അല്ലേ? ഏതെങ്കിലും ജീവികൾക്ക് ഇതുണ്ടോ? ചത്താൽ അവിടെ ഇട്ട് പോവില്ലേ? ഏതെങ്കിലും ജീവിനെ കണ്ടോ നിങ്ങൾ? കുഴിച്ചു മൂടുന്ന ജീവി അവിടെ ഇട്ട് പോവുക. പക്ഷേ അള്ളാഹു എന്ത് ചെയ്തു? മനുഷ്യനോടുള്ള ബഹുമാനം കാരണമായി സുമ്മ അമാതഹു ഫഅഖ്ബറ. അവിടെ ഫ ആണ്, മരിപ്പിച്ചു ഉടനെ തന്നെ. ഫഅഖ്ബറ. അതിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഫഅഖ്ബറ എന്ന് പറഞ്ഞാൽ ഫ ഉടനെ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞല്ലോ. സുമ്മയും ഫായും തമ്മിലുള്ള വ്യത്യാസം അതാ. ഫഅഖ്ബറ, മരിച്ചാൽ ഉടനെ സ്പീഡിൽ എന്താക്കണം? ഖബറടക്കണം. സുമ്മ അമാതഹു ഫഅഖ്ബറ സുമ്മ ഇദാ ശാഅ അൻശറ. പിന്നെ അള്ളാഹു എന്ത് ചെയ്യും? അവൻ ഉദ്ദേശിക്കുമ്പോൾ അവരെ പുനരുജ്ജീവിപ്പിക്കും. സുമ്മ ഇദാ ശാഅ അൻശറ. സുമ്മ, അപ്പം മരിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് എന്നുള്ളതാണ് സുമ്മ. മനസ്സിലായില്ലേ? സുമ്മയും ഫായും വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പോൾ മരിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് എന്താക്കുക? പുനരുജ്ജീവിപ്പിക്കുക. അതാണ് സുമ്മ ഇദാ ശാഅ അൻശറ. അത് അള്ളാഹുവിനെ അറിയുള്ളൂ. അതാണ് ഇദാ ശാഅ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? മക്കയിലെ കുഫാറുകൾ എന്താണ് ഈ ബഅസ് ഉണ്ടാകാത്തത് എന്ന് ചോദിച്ചിരുന്നു. എന്താ പുനരുജ്ജീവിപ്പിക്കാത്തത്? മരിച്ചവരൊക്കെ അവിടെ തന്നെ കിടക്കുകയാണല്ലോ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. വയഖൂലൂന മതാ ഹാദൽ വഅദ് ഇൻ കുൻതും സാദിഖീൻ. പറഞ്ഞിരുന്നു അവർ, എപ്പോഴാണോ നീ പറയുന്ന ഈ വാഗ്ദത്തം? നീ പറഞ്ഞല്ലോ ഇപ്പം മരിച്ചവരൊക്കെ ഇപ്പം എഴുന്നേറ്റ് വരും, പുനരുജ്ജീവിതം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, എപ്പോഴാണ് എന്ന്. എൻ്റെ മറുപടിയാണ്,
അവർ പറയായിരുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ച ഞങ്ങളുടെ കുടുംബക്കാരോ മാതാപിതാക്കളോ ഒന്നും എഴുന്നേറ്റ് വരുന്നത് ഞങ്ങൾ കാണുന്നില്ല. എന്താ ഈ പറയണത് നീ? അതിൻ്റെ മറുപടിയാണ് എന്ത്? സുമ്മ ഇദാ ശാഅ അൻശറ. അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ് എന്ത് അത് ചെയ്യുക. വല്ലാത്ത വചനങ്ങളാണ്, ഭയങ്കരമായ നമ്മുടെ ഹൃദയത്തെ കോരിത്തരിപ്പിക്കുന്ന വചനമാണ്. നോക്കൂ, ഈ 5-6 വചനങ്ങൾ നമ്മളിന്ന് ഖുതിലൽ ഇൻസാനു മാ അക്ഫറ 17-ാമത്തെ വചനം മുതൽ 22-ാമത്തെ വചനം മുതൽ 5 പഠിച്ചോളൂ. ഭയങ്കരമാണ്. നോക്കൂ, നമ്മളോട് ചോദിക്കണം, ഈ 5 വചനങ്ങൾ വായിക്കുമ്പോൾ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന്. എത്ര നിഅമത്തുകളിലാണ് നാം ദിവസം ജീവിക്കുന്നത് അല്ലേ? എത്ര ആരോഗ്യം, സമയം, നമ്മുടെ സുരക്ഷിതത്വം, കുടുംബം, മക്കൾ, ജോലി, സമ്പാദ്യം. നമ്മൾ ആലോചിക്കൂ, നമ്മളെപ്പറ്റി പറഞ്ഞ ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. നമ്മളെ ഉണർത്തണം ഈ ചോദ്യം. നമ്മൾ ശുക്ർ ചെയ്യുന്നവരാണോ കുഫ്ർ ചെയ്യുന്നവരാണോ? അതാണ്. നോക്കൂ, വല്ലാത്ത ചോദ്യമാണ്. എന്നിട്ട് ഭയങ്കര അള്ളാഹ് ചോദിക്കണ ചോദ്യം നമ്മളെ കൊള്ളുന്നത്. മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ നിസ്സാരം ബോധ്യമാണില്ലേ? മിൻ നുത്ഫത്തിൻ ഖലഖഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചിത്രമൊക്കെ നമ്മുടെ ഉള്ളിൽ വേണം. ഇങ്ങനെ തുപ്പിയതും ഇതിങ്ങനെ കൈ കൊണ്ടാക്കിയതും നമ്മൾ ആലോചിച്ചു. എത്ര നമ്മുടെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ദുർബലമായ ഒരു സാധനമാണ്. മിൻ നുത്ഫത്തിൻ ഖലഖഹു, പിന്നെ ഫഖദ്ദറ. എന്നിട്ട് ഈ രൂപത്തിൽ നമ്മളാക്കി വ്യവസ്ഥപ്പെടുത്തി തന്നതാരാ? അല്ലാഹുവാണ്. നോക്കൂ, ഈ ആയത്ത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സമാധാനമില്ലായ്മയും പോകണം. നോക്ക്, നമ്മളെ ഇങ്ങനെ വ്യവസ്ഥപ്പെടുത്തിന് അള്ളാഹു എങ്കിൽ എന്തിനാണ് എൻ്റെ റിസ്ക്കിനെ കുറിച്ച് ഞാൻ വേവലാതിപ്പെടുന്നത്? നമ്മൾ കണ്ടില്ലേ നമ്മളെ ശരീരങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇങ്ങനെ വ്യവസ്ഥപ്പെടുത്തി തന്ന അള്ളാഹു, അങ്ങനെ ഒരു വ്യവസ്ഥ അള്ളാഹുവിനുണ്ടെങ്കിൽ പിന്നെ എന്തിനാ സഹോദരന്മാരെ നമ്മളെ റിസ്ക്കിനെ കുറിച്ച് ആലോചിച്ച് അസ്വസ്ഥമാകണേ? സുബ്ഹാനല്ലാഹ്. സുമ്മ സബീല യസ്സറ. അള്ളാഹു സബീൽ എന്താക്കി? എളുപ്പമാക്കി തന്നു. ഒരുപാട് ആശയം പറഞ്ഞല്ലോ സബീലിന്. രണ്ടാമത് പറഞ്ഞ ആശയങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ. ശുക്ർ ചെയ്യാനും കുഫ്ർ ചെയ്യാനുമുള്ള വഴി അള്ളാഹു കാണിച്ചു തന്നു. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ വളരെ അകലെയൊന്നുമല്ല, വളരെ അടുത്ത. ഖുർആൻ വളരെ അകലെയല്ല, നമ്മുടെ അടുത്ത. ഒക്കെ അള്ളാഹു എളുപ്പാക്കി. സ്വലാത്ത് പ്രയാസമുള്ളതല്ല, എളുപ്പമുള്ളതാണ്. തൗബ പ്രയാസമുള്ളതല്ല, എളുപ്പമുള്ളതാണ് ഒക്കെ. പക്ഷെ പ്രശ്നം ഇവിടെ നമ്മളിലാണ് പ്രശ്നം. അള്ളാഹു നിശ്ചയിച്ച ഒന്നിലും എന്തില്ല, ഒരു പ്രശ്നമാണ്. നമ്മളിതിന് റെഡിയാകുന്നില്ല എന്നതാണ്. സുമ്മ അമാതഹു ഫഅഖ്ബറ. അത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? മരിക്കും തോന്നുന്നു. മരിച്ചാൽ ഖബറടക്കും തോന്നും. ഒന്നുമല്ല തോന്നണ്ടേ, ഒന്നുമല്ല. നമ്മളോട് അള്ളാഹു ചിന്തിക്കാനാ പറയണത്. ശുക്ർ ചെയ്യാത്ത എന്താ, കുഫ്ർ എന്തുകൊണ്ടാണ് നിങ്ങൾ നന്ദികേട് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മരിച്ചാൽ പോലും എന്നോട് എന്തൊരു ബഹുമാന മനുഷ്യനായതുകൊണ്ടല്ലേ. എത്ര മനോഹരമായാണ് കുളിപ്പിച്ച് പൊതിഞ്ഞ് ഭവ്യതയോടെ ഒരപകടവും എനിക്ക് വരുത്താതെ. നമ്മൾ കണ്ടിട്ടില്ലേ മയ്യത്തൊക്കെ കൊണ്ടുപോണ്? പൊന്തിക്കലി, അവിടെ പൊന്തിക്കലി, ഇവിടെ പൊന്തിക്കലി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിന്തിക്കേണ്ടത് മരിച്ചാൽ പോലും അള്ളാഹു നമുക്ക് എന്ത് നൽകി? ആദരവ് നൽകി. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട സഹോദരന്മാരെ, ജീവിച്ചിരിക്കുമ്പോൾ ഈ ആദരവ് നമ്മൾ അള്ളാഹ്ക്ക് തിരിച്ചു കൊടുക്കണ്ടോ അല്ലേ? ആ തിരിച്ചു കൊടുക്കേണ്ടത് ശുക്രിലൂടെയാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ആലോചിക്കും, നമ്മൾ ആലോചിക്കണം. സുമ്മ അമാതഹു ഫഅഖ്ബറ. അത് വായിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാകേണ്ട രണ്ടാമത്തെ വികാരം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ സഹോദരങ്ങളുടെ തോളിൽ കയറ്റി എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ തയ്യാറായിരിക്കുമോ പോകാൻ ഞാൻ തയ്യാറാകട്ടെ? അതാണ് സുമ്മ അമാതഹു ഫഅഖ്ബറ സുമ്മ ഇദാ ശാഅ അൻശറ. അത് കേട്ടപ്പോൾ നമുക്ക് എന്താ തോന്നി? സുമ്മ ഇദാ ശാഅ അൻശറ. എത്ര
എത്ര കാലമായാലും ശരി. അപ്പം നമ്മളൊക്കെ വല്യപ്പയൊക്കെ മരിച്ചത് നമ്മൾ കാണുന്നില്ലേ? നമ്മൾ ഖബർ കാണുന്നുണ്ടല്ലോ അല്ലേ? അവരാരും വന്നിട്ടില്ലല്ലോ. അപ്പം എത്ര വൈകിയാലും രണ്ടാമത് എന്താക്കും? അള്ളാഹു പുനരുജ്ജീവിപ്പിക്കും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ എങ്ങനെയായിരിക്കണം പുനരുജ്ജീവിപ്പിക്കുമ്പോൾ അള്ളാഹു എന്നെ കാണുമ്പോൾ എങ്ങനെ ആയിരിക്കണം? ഞാൻ അള്ളാഹുവിനെ കാണുമ്പോൾ എങ്ങനെ ആയിരിക്കണം? എന്നോട് എങ്ങനെയായിരിക്കണം അള്ളാഹു പ്രതികരിക്കേണ്ടത്? അതാണ്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഒരു നല്ല വാക്ക്, ഒരു നല്ല പ്രവർത്തനം, നല്ല തൗബ ചെയ്തിട്ടുണ്ടോ? ഇതാണ് സഹോദരന്മാരെ ഈ വചനങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ, നമ്മൾ വിനയമുള്ളവരാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾക്ക് ശുക്ർ കാണിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഹിദായത്തിൻ്റെ മാർഗം നമ്മൾ സ്വയം തിരഞ്ഞെടുക്കണം. നമ്മൾ മരിക്കാൻ വേണ്ടി തയ്യാറാകണം, അമലുകൾ ചെയ്യണം മരിക്കണതിന് മുമ്പ്. നമ്മൾ ആഖിറത്തിന് വേണ്ടി ജീവിക്കണം, ദുനിയാവിന് വേണ്ടി ജീവിക്കരുത്. ഇതാണ് ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇനി അടുത്ത ഭാഗം ഇതിൻ്റെ കല്ലാ ലമ്മാ യഖ്ദി മാ അമറ. കല്ലാ എന്താ എഴുതിയത്? അങ്ങനെ വേണ്ട. അതൊരു വാക്കാണ് കല്ല എന്ന് പറഞ്ഞാൽ. ഖുർആനിൽ ധാരാളം, ഈ സൂറത്തിലുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കാണാം. ഖുർആൻ്റെ ആ പകുതി കഴിഞ്ഞാൽ കല്ല ധാരാളം ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് കല്ല ഇല്ല. അപ്പോൾ കല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ പദമാണ്. അങ്ങനെ വേണ്ട എന്ന് നമ്മളതിന് അർത്ഥം എഴുതി എന്നേ ഉള്ളൂ. അതൊരു നിഷേധത്തിൻ്റെ വാക്കാണ്, ഒരു തള്ളലിൻ്റെ വാക്കാണ് കല്ല. നമ്മ അങ്ങനെ പറയില്ലേ? അതാണ് കല്ല. ലമ്മാ യഖ്ദി, ലമ്മാ യഖ്ദി, അവൻ നിർവഹിച്ചില്ല. ഖദാ എന്ന് പറഞ്ഞാൽ നിർവഹിച്ചു. ഖദാ യഖ്ദി, ഖദാ ഉൽ ഹാജ എന്നൊക്കെ പറയല്ലോ. യഖ്ദി, ലമ്മ, ലമ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട്. ഇവിടെ നിഷേധത്തിൻ്റെ അർത്ഥമാണ്, ഇല്ല എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അർത്ഥമുണ്ട് ലമ്മ. ലമ്മാ യഖ്ദി, അവൻ നിർവഹിച്ചില്ല. മാ അമറ, മാ അമറഹു എന്നാണ്. അവനോട് കൽപ്പിച്ചത്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവനാരാന്നറിയാലോ. അവനോട് എന്ന് പറഞ്ഞാൽ ആരാന്നറിയാലോ. മാ അമറഹു, അവനോട് കൽപ്പിച്ചത്. കല്ലാ ലമ്മാ യഖ്ദി മാ അമറ, അങ്ങനെ വേണ്ട. അള്ളാഹു അവനോട് കൽപ്പിച്ചത് അവൻ നിർവഹിച്ചില്ല. ഫൽയൻളുരിൽ ഇൻസാനു ഇലാ തുആമി, ഫൽയൻളുരിൽ ഇൻസാനു ഇലാ തുആമി. ഫൽയൻളുർ എന്നാൽ ചിന്തിച്ചു നോക്കട്ടെ. നളറ എന്ന് പറഞ്ഞാൽ നോക്കി എന്നാണ്, മനസ്സിലായില്ലേ? ഇവിടെ വെറുതെ നോക്കാനല്ല പറയുന്നത്, ചിന്തിച്ചു കൊണ്ട് നോക്കണം. അതാണ് യൻളുർ, നളറ യൻളുറു. ഫൽയൻളുർ എന്നാൽ അവൻ ചിന്തിച്ചു നോക്കട്ടെ. ആര്? അൽ ഇൻസാനു, മനുഷ്യൻ. എന്തിനെക്കുറിച്ച്? ഇലാ തുആമിഹി, തൻ്റെ ഭക്ഷണത്തെക്കുറിച്ച്. ഫൽയൻളുരിൽ ഇൻസാനു ഇലാ തുആമി എന്നാൽ മനുഷ്യൻ തൻ്റെ ഭക്ഷണത്തെപ്പറ്റി ചിന്തിച്ചു നോക്കട്ടെ. അന്നാ സബബ്നൽ മാഅ സബ്ബാ, ഭക്ഷണം ഉണ്ടായി. നേരത്തെ നുത്ഫത്ത് പറഞ്ഞല്ലോ, എന്നിട്ട് ഇങ്ങനെ സൃഷ്ടിപ്പിൻ്റെ രൂപം പറഞ്ഞില്ല, അതേപോലെ ഭക്ഷണം എങ്ങനെ ഉണ്ടായത് എന്ന് പറയും. അന്നാ സബബ്നൽ മാഅ സബ്ബാ, അന്നാ നിശ്ചയമായും നാം, സബബുന നാം ചൊരിഞ്ഞു കൊടുത്തു. സബ്ബ എന്ന് പറഞ്ഞാൽ അങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ചൊരിഞ്ഞു കൊടുക്കണേന്നാ പറയാം. സബ്ബ യസുബ്, സുബ് എന്ന് പറയും അറബികൾ, ഇടാൻ വേണ്ടി പാത്രത്തിൽ. സബ് അന്നാ സബബുനൽ മാഅ, മാ എന്ന് പറഞ്ഞാൽ വെള്ളം. സബ്ബ ഒരു ചൊരിഞ്ഞു കൊടുക്കൽ. അന്നാ സബബുനൽ മാഅ സബ്ബ, നാം വെള്ളം അവർക്ക് ശക്തിയായി ചൊരിഞ്ഞു കൊടുത്തു. വെള്ളം എന്ന് പറഞ്ഞാൽ മഴ. അന്നാ സബബുനൽ മാഅ സബ്ബ, ഭക്ഷണം ഉണ്ടാകാൻ പോവാണ്, നാം മഴവെള്ളം ശക്തിയായി ചൊരിഞ്ഞു കൊടുത്തു. സുമ്മ പിന്നെ നോക്കണേ, സുമ്മ നീ എന്താ പറയണത് കേട്ടോളി. മഴ പെയ്തല്ലോ. ശഖഖ്നൽ അർദ ശഖ്ഖ, ശഖഖ്ന നാം പിളർത്തി. ശഖ്ഖ എന്ന് പറഞ്ഞാൽ പിളർത്തി എന്നാ. ഷഖ് എന്ന് പറയും പിളർത്തിയ ഒരു കഷ്ണത്തിന്. ഷഖ്ഖ യശുഖു, മനസ്സിലല്ലേ? ശഖഖ്ന നാം പിളർത്തി. അൽ അർദ ഭൂമിയെ, ഷഖ്ഖൻ ഒരു പിളർത്തൽ. സുമ്മ ശഖഖ്നൽ അർദ
ഷക്ക. പിന്നെ ഭൂമിയെ നാം ഒരു പിളർത്തു. സുമ്മ എന്നാട്ടോ പറഞ്ഞ്. മഴ പെയ്ത് നമ്മൾ കണ്ടില്ലേ, മഴ പെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ ഭൂമി പിളർന്നിട്ട് മുളച്ചിങ്ങനെ വരുന്നു. ചേന മുളക്കണ്, ചേമ്പ് മുളക്കണ്. നമ്മളവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടൊന്നുമില്ല, എന്നാലും കാണാൻ മുളച്ചിങ്ങനെ വരും. ഷക്കനൽ അർദ, ഭയങ്കര അത്ഭുതമാണ്. അത് സുമ്മ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? മഴ പെയ്ത് അന്ന് തന്നെ എന്താവൂല? അതാണ് സുമ്മ. ഫഅംബത്നാ ഫീഹാ ഹബ്ബ. അങ്ങനെ മഴ പെയ്തു, ഭൂമി ഇങ്ങനെ പിളർന്നു. അപ്പൊ എന്തുണ്ടായി? ഫഅംബത്നാ, എന്നിട്ട് നാം മുളപ്പിച്ചു. ഫഅംബത്നാ, ഭൂമി പിളർന്ന് വരുമ്പോൾ തന്നെ എന്താവും? മുള ഇങ്ങനെ കാണും. അതാണ് ഫഅംബത്നാ ഫീഹാ, അതിൽ ഭൂമിയിലെ ഹബ്ബ, ധാന്യം, എല്ലാ ധാന്യങ്ങളും. ഹബ്ബ് എന്ന് പറഞ്ഞാൽ ധാന്യമാണ്. ഫഅംബത്നാ ഫീഹാ ഹബ്ബ, അങ്ങനെ അതിൽ നാം ധാന്യം മുളപ്പിച്ചു. വഇനബൻ വഖദ്ബ, ഇനബ് എന്ന് പറഞ്ഞാൽ മുന്തിരി, എല്ലാവർക്കും അറിയാലോ ഇനബ്. ഖദ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാ പച്ചക്കറികൾക്കും ഒന്നിച്ച് പറഞ്ഞ പേരാണ് ഖദ്ബ്. വഇനബൻ വഖദ്ബ, മുന്തിരിയും പച്ചക്കറിയും. വസൈതൂനൻ, ഒലീവ്, സൈത്തൂൻ. വനഖ്ല, ഈത്തപ്പന. വസൈതൂനം വനഖ്ല, മുളപ്പിച്ച സാധനങ്ങൾ പറയാം, മനസ്സിലായില്ലേ? ഒലീവും ഈത്തപ്പനയും. വഹദായിഖ ഗുൽബ, ഹദീഖത്ത് എന്നുള്ളതിൻ്റെ പ്ലൂരലാണ് ഹദായിഖ്. ഹദീഖത്ത് എന്ന് പറഞ്ഞാൽ തോട്ടം. ഹദായിഖ്, തോട്ടങ്ങളും. ഗുൽബ, ഇടതൂർന്ന് നിൽക്കുന്ന തിക്കായ തോട്ടം. ഗുൽബ് എന്ന് പറഞ്ഞാൽ വഹദായിഖ ഗുൽബ, ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങളും. വഫാകിഹതൻ വഅബ്ബ, ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ പഴങ്ങൾ, എല്ലാ പഴവർഗ്ഗങ്ങളും. അബ്ബ, അബ്ബ് എന്ന് പറഞ്ഞാൽ ഈ കന്നുകാലികൾ തിന്നുന്ന പുല്ലാണ്, മനസ്സിലായി? താനേ ഉണ്ടാകുന്ന സാധനമല്ലേ, മഴ പെയ്താൽ താനേ മുളച്ചു കൊണ്ടുമല്ലോ. വ അബ്ബ, മേച്ചിൽ പുല്ല്. വ ഫാക്കിഹത്തം വ അബ്ബ, പഴവർഗ്ഗവും മേച്ചിൽ പുല്ലും. എന്ത് രസം നോക്കി നിങ്ങൾ. മഴ പെയ്തിട്ടുള്ളൂ, മഴ പെയ്തപ്പോൾ ഇങ്ങനെ വന്നു. എന്നിട്ട് പറയാം മതാഅൻ ലക്കും വലിഅൻആമിക്കും. ഇതൊക്കെ എന്താണ്? മതാഅണ്. മതാഅ എന്ന് പറഞ്ഞാൽ ഉപയോഗം, വിഭവം എന്നൊക്കെയാണ്. മതാഅൻ ലക്കും, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ. നിങ്ങൾക്ക് മാത്രമല്ല, വലിഅൻആമിക്കും, നിങ്ങളുടെ കന്നുകാലികൾക്കും. സുബ്ഹാനല്ലാഹ്, ഭയങ്കരമാണ്. നമ്മളിങ്ങനെ എങ്ങനെ ശുക്ർ കാണിക്കണം എന്ന് അള്ളാഹു വിവരിക്കുന്ന മൂന്നാമത്തെ ഭാഗമാണ് ഈ സൂറത്ത്. ഭയങ്കര രസമാണ് ഇതിൻ്റെ ഓരോ വാക്കുകളും. അതാണ് ഞാനിങ്ങനെ പറയുന്നത്. ഓക്കെ, കല്ലാ ലമ്മാ യഖ്ദി മാ അമർ. അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് പറയാണ് കല്ലാ, അങ്ങനെ നീ അഹങ്കാരിയായി നടക്കണ്ട, ശുക്ർ ചെയ്യാതെ നടക്കണ്ട. ലമ്മാ യഖ്ദി മാ അമറ, കൽപ്പിച്ചതൊന്നും അവൻ എന്ത് ചെയ്തില്ല? നിർവഹിച്ചില്ല. അവനോട് പലതും കൽപ്പിച്ചിരുന്നു, പക്ഷെ അതൊന്നും അവൻ എന്ത് ചെയ്തില്ല? നിർവഹിച്ചില്ല. മനുഷ്യൻ അങ്ങനെയാണ്. അള്ളാഹു കൽപ്പിച്ചതൊന്നും മനുഷ്യൻ ചെയ്യില്ല, മനസ്സിലായി? നോക്കി, അള്ളാഹു മനുഷ്യനെ ഈ രീതിയിൽ സൃഷ്ടിച്ചു, സംവിധാനിച്ചു, ആവശ്യമായതൊക്കെ നൽകി, എല്ലാ രീതികളും, അവൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, മനസ്സിലായില്ലേ? എന്നിട്ടും എന്തില്ല? ലമ്മാ യഖ്ദി മാ അമറ, കൽപ്പിച്ചതൊന്നും അവൻ എന്ത് ചെയ്തില്ല. മനുഷ്യൻ അങ്ങനെയാണ്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾക്ക് പകരമാകുമോ അള്ളാൻ്റെ ഏതെങ്കിലും ഒരു കൽപ്പന നാം സ്വീകരിച്ചാൽ? അത്രയല്ലേ, എന്തെങ്കിലും കിട്ടും. നിഅമത്തുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എണ്ണിയാൽ കണക്കാക്കാൻ പറ്റാത്തതല്ലേ നിഅമത്തുകൾ. എത്രയും സൂറത്തുൻ നഹ്ൽ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ടല്ലോ, തേനീച്ചയെ പറ്റി പറയുന്ന സൂറത്ത്, അത് നിറയെ ഇതാ മനുഷ്യന് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറയാം. നോക്കി, എത്ര ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നിഅമത്തിന് നമ്മൾ ശുക്ർ ചെയ്തുകൊണ്ടിരിക്കണം. റഹ്മത്ത് കിട്ടണമെങ്കിൽ
അല്ലാഹുമ്മ റഹംനി എന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല. നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കണം. ചെറിയൊരു നിഅമത്ത് കിട്ടിയാൽ പോലും നമ്മൾ ശുക്ർ ചെയ്യണം. ഇപ്പം മുഴുവൻ നിഅമത്താണ്, നമ്മുടെ ശരീരം മുഴുവൻ നിഅമത്താണ്. ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഇത് വലിയ നിഅമത്താണ്, കേൾക്കണം നിങ്ങൾക്ക് നിഅമത്താണ്. ഭയങ്കര അത്ഭുതമല്ലേ ഈ സംവിധാനമൊക്കെ? നമ്മളൊന്നും കൊടുക്കണില്ലല്ലോ ഈ സംവിധാനങ്ങൾക്കൊന്നും പകരമായി. ഭയങ്കരല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞു. നബി ഇങ്ങനെ നിഅമത്തുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞതാണ്. സഹാബികളോട് പറയാം, ലൻ യദ്ഖുല അഹദും മിൻകും അൽ ജന്ന ബിഅമലിഹി, നിങ്ങളിലാരും നിങ്ങളുടെ അമല് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പേടിച്ചു പോയി കേട്ടപ്പോൾ. എന്താ പറഞ്ഞത്? നമ്മളൊക്കെ എന്തിനാ അമൽ ചെയ്യണേ? നബി പറയാം ആരും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അപ്പോൾ സഹാബികൾ പേടിച്ച് ചോദിച്ചു, ഹത്ത അൻത യാ റസൂലല്ലാഹ്, റസൂൽ നിങ്ങളും അമലുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂലേ? റസൂൽ പറഞ്ഞു, വല അന, ഇല്ല ഞാനും. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫദൽ, അള്ളാഹു അവൻ്റെ റഹ്മത്തും ഫളൽ കൊണ്ടും എന്നെ ആവരണം ചെയ്തെങ്കിലല്ലാതെ. സാധാരണ ഈ റഹ്മത്തും ഫളലും കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിചാരിക്കേണ്ട നമ്മുടെ അമലുകളെ കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്. ഇല്ല. നമ്മൾ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് റഹ്മത്ത് നൽകും. ആ റഹ്മത്ത് കൊണ്ടേ സ്വർഗത്തിലെത്തും. അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹ് അങ്ങനെ പറഞ്ഞത്, കല്ലാ ലമ്മാ യഖ്ദി മാ അമറ. എന്നിട്ട് പറയാണ്, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തുആമി, മനുഷ്യൻ അള്ളാഹു പറഞ്ഞത് കേൾക്കണില്ല, അനുസരിക്കണില്ല, ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സംഗതി കൂടി പറഞ്ഞു കൊടുക്കുക. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തുആമി, മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? മനുഷ്യനെക്കുറിച്ച് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, മനുഷ്യൻ അവൻ്റെ സ്വന്തം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കണില്ലേ? എന്നിട്ട് അവന് കാണുന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാണ് ഇതുവരെ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു എന്നൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് ഇവിടെ പറയാണ്, പോരാ, നീ നിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കണം. ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ് നിറക്കാൻ വേണ്ടിയുള്ള ഒരു സാധനം എന്നാണ്, അല്ലേ? അല്ലല്ലോ. ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ. എത്ര ആൾ അധ്വാനിച്ചിട്ടാണ്, എത്ര സംവിധാനങ്ങളിലൂടെയാണ് നമ്മുടെ ഭക്ഷണം നമ്മുടെ മേശപ്പുറത്തെത്തുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹു നമുക്ക് നൽകിയ ഭക്ഷണം ഒരു വലിയ അമാനുഷിക സംഭവമല്ലേ, മുഅ്ജിസത്തല്ലേ? എത്ര ഇനം ഭക്ഷണങ്ങൾ ആലോചിക്കും. കുറേ പച്ചക്കറികൾ, കുറേ സസ്യങ്ങൾ, ചീരകൾ, കുറേ പഴങ്ങൾ, കുറേ തരം മാംസങ്ങൾ, മുട്ട, പാല്, മത്സ്യം. സുബ്ഹാനല്ലാഹ്, എണ്ണിയാൽ എത്ര, എന്ത് തരം വെറൈറ്റി ഫുഡ്സാ. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ഒന്നിനോട് സാദൃശ്യമാണോ മറ്റൊന്ന്? അല്ലല്ലോ. ഒക്കെ വേറെ അല്ലേ? വേറെ ടേസ്റ്റ്, വേറെ പ്രോട്ടീൻ, വേറെ വൈറ്റമിൻസ്, വേറെ കളറ്, വേറെ വാസന, ഒക്കെ വേറെ. സുബ്ഹാനല്ലാഹ്. എന്തിനായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ, മനോഹരമായ രീതിയിൽ, എന്ത് സുന്ദരമാണ് ഭക്ഷണം കാണാനല്ലേ? ആപ്പിളൊക്കെ അങ്ങനെ കാണാൻ എന്താ രസം, ഓറഞ്ച് കാണാൻ എന്താ രസം, അല്ലേ? ഇവിടെ മാർക്കറ്റിൽ ഒരു ഓറഞ്ച് ഉണ്ട്, യൂസുഫി എന്നുണ്ട്, കണ്ടോ? ഒരു ഓറഞ്ചിൻ്റെ പേരാണ് യൂസുഫിന്ന്. ചെറിയൊരു ഓറഞ്ചാണ്, ഭയങ്കര ഭംഗിയുള്ള ഒരു ഓറഞ്ചാണ്, ഈജിപ്തിൽ നിന്നാണ് വരിക. അതിൻ്റെ പേര് യൂസുഫി എന്നാണ്. എന്താ വെച്ചാൽ അതിസുന്ദരമാണ് അത്, യൂസുഫിനെ പോലെ ഉണ്ട് യൂസുഫി എന്നിട്ടാണ്. അങ്ങനെ ഓരോന്നിൻ്റെ പേര് പോലും ഭയങ്കര. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച്, ഈ ഭക്ഷണം മനുഷ്യന് ഈ വ്യത്യസ്ത രുചികളും വ്യത്യസ്ത കളറുകളും വ്യത്യസ്ത പ്രോട്ടീനുകളും നൽകുന്നില്ല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഭക്ഷണം എന്തായിരിക്കും? മനുഷ്യന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊരു ശിക്ഷയായി മാറും, അല്ലേ? കഴിക്കണം, ദഹിപ്പിക്കണം, കളയണം, കക്കൂസ് പോയി കളയും വേണ്ടേ? ഇതൊരു ശിക്ഷയായി മാറും. ഇപ്പം നമുക്ക് ശിക്ഷയാണോ ഭക്ഷണം? ആണോ? ഇഷ്ടമല്ല കഴിക്കാൻ? എങ്ങനെ അത് ഇഷ്ടപ്പെട്ടു?
സത്യമാണ്. ഭക്ഷണത്തിന് വ്യത്യസ്തമായ രുചിയും കളറും വ്യത്യസ്തമായ പ്രോട്ടീൻസും വൈറ്റമിൻസും ഒന്നും ഇല്ലെങ്കിൽ ഇത് മരുന്ന് കുടിക്കണ മാതിരി നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോഴോ ഇപ്പം ചിലത് കഴിച്ചിട്ട് നമ്മളതിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ നിങ്ങളെ ഭക്ഷണം, ഉണ്ടാക്കിയതിനോട് പറയും ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ നിങ്ങളെ ഭക്ഷണം, അള്ളാഹിനോട് പറയില്ല, ഒരു അൽഹംദുലില്ലാ എന്ന് പറയില്ല. ഭയങ്കരമാണ്. അപ്പം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഭയങ്കരമാണ് ഈ ഭക്ഷണം. അതാണ് ഫൽയൻദുറിൽ ഇൻസാനു ഇലാ ത്വആമി. അല്ലാതെ ഭക്ഷണത്തേക്ക് നോക്കാനല്ല. എന്താ എനിക്ക് നോക്കാനുള്ളത്? മനസ്സിലായി? അള്ളാഹു നമുക്ക് നൽകിയ ആ ഒരു രീതി, എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയ രീതി അള്ളാഹ് പറയാം, അന്നാ സബ്ബനൽ മാഅ സബ്ബ സുമ്മ ശഖഖ്നൽ അർദ ശഖ്ഖ. നാം വെള്ളം കോരിച്ചിരിഞ്ഞ് വെള്ളം കൊടുത്തു, എന്നിട്ട് ഭൂമിയെ ഇങ്ങനെ പിളർത്തി, എന്നിട്ട് അതിൽ നിന്ന് അംബത്നാ ഫീഹാ ഹബ്ബൻ, ധാന്യങ്ങൾ മുളച്ചു വന്നു, ഐനബ് മുന്തിരി വന്നു, ഖൽബ് വന്നു, പച്ചക്കറി വന്നു, പല സാധനം, വ്യത്യസ്തമായ സാധനങ്ങൾ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കൂ, നമുക്ക് ഈ ഭക്ഷണം ഈ രീതിയിൽ സംവിധാനിച്ചതിലെ ആദ്യത്തെ ഘടകം എന്താ? ആദ്യം എന്താ പറഞ്ഞ്? വെള്ളം. അന്നാ സബ്ബനൽ മാഅ. വെള്ളമില്ലാതെ എന്തില്ല? ഒന്നിനും ജീവനില്ല. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്. വെള്ളത്തിൽ നിന്നാണ് എല്ലാ ജീവനുള്ളതിനെയും എന്താക്കി സൃഷ്ടിച്ചത്. വെള്ളമില്ലാതെ സസ്യങ്ങളില്ല. ഉണ്ടോ? വഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ്നാ ബിഹി നബാത കുല്ലി ശൈ. ഭയങ്കര വാക്കാ. അവൻ തന്നെയാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചത്, എന്നിട്ട് ആ മഴ മുഖേനയാണ് എല്ലാ സസ്യങ്ങളെയും എന്ത് ചെയ്തത്? മുളപ്പിച്ചത്. ഈ സസ്യങ്ങൾക്കൊക്കെ പച്ച കളറില്ലേ? അല്ലേ? മഴ പെയ്യാതിരുന്ന കളറ് മാറൂലേ? അല്ലാഹ് പറയുന്നുണ്ട്, ഫഅഖ്റജ്നാ മിൻഹു ഖദ്റൻ നുഖ്രിജു മിൻഹു ഹബ്ബൻ മുതറാകിബ. പച്ച പിടിച്ച ചെടികൾ ഉണ്ടായി. വെള്ളമില്ലെങ്കിൽ ഈ സസ്യങ്ങൾക്ക് പ്രകാശങ്ങളെ ആഗിരണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കളറ് വരില്ല. പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സയൻസ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സസ്യങ്ങൾക്ക് മണ്ണിലുള്ള ഈ ലവണങ്ങൾ ആഗിരണം ചെയ്യാൻ അതില്ലെങ്കിൽ സാധിക്കില്ല. അപ്പോൾ നോക്കൂ, മണ്ണില്ലാതെ എന്തുണ്ടാവില്ല? സസ്യങ്ങളുണ്ടാവില്ല. ഇല്ല. കാരണം എന്താ? ഭൂമിയാണ് സസ്യങ്ങളുടെ ജീവനും വളർച്ചയ്ക്കും ആവശ്യമായ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യണേ? കൊടുക്കണത്. ഭൂമിയിലല്ലേ മുളച്ചു പൊന്തണത്, അല്ലേ? അള്ളാൻ്റെ വാക്കുകൾ കണ്ടില്ലേ? ശഖഖ്നൽ അർദ ശഖ്ഖ. പാറ പോലുള്ള ഭയങ്കര ഭൂമി, അത് പിളർന്നിട്ട് ഭയങ്കര മഴ പെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൊത്തിയാലും കൂടി പറ്റൂലായിരുന്നു. നമ്മൾ പറയും കൊത്തിയാൽ പറ്റൂല. ആ ഭൂമി മഴ പെയ്തപ്പോൾ എന്തായി? പിളർന്നിട്ട് വേരുകളൊക്കെ ഇങ്ങനെ പടരാൻ കഴിയുന്ന രീതിയിൽ പൊടിഞ്ഞ മണ്ണായി. സുബ്ഹാനല്ലാഹ്. ഭയങ്കര അത്ഭുതമല്ലേ? അപ്പോൾ വെള്ളമില്ലെങ്കിൽ എന്തില്ല? ജീവനില്ല. അതാണ് അന്നാ സബബനൽ മാഅ സബ്ബ. നോക്കൂ, ആ വെള്ളം അല്ലാഹു ഭൂമിയിലേക്ക് ചൊരിഞ്ഞ രീതി നിങ്ങൾ ചിന്തിച്ചില്ലേ? എന്ത് രസമായിട്ടാണ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായി വരുന്നതിന് പകരമായി വെള്ളത്തിൻ്റെ സോഴ്സായ ആ മേഘം കട്ടിയായി കൊണ്ട് ഇറക്കി വെക്കുക. എന്താ ഉണ്ടാകുക? മഞ്ഞ് വീണിട്ട് മനുഷ്യൻ മരിച്ചത് കേട്ടിട്ടില്ലേ? നമ്മൾ ചിന്തിക്കണം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ചിന്തിക്കണം, ഇത് എവിടുന്നാണ് വന്നത്? എന്തിനാ വന്നത്? എന്തിനാണ് ഈ വെള്ളം? എങ്ങനെയാണ് ഇതിങ്ങനെ ശുദ്ധവെള്ളമായത്? നീരാവിയായി പോണ വെള്ളത്തിൻ്റെ ടേസ്റ്റ് എന്തായിരുന്നു? ഉപ്പല്ലേ? കടലിലെ വെള്ളല്ലേ? അല്ലേ? ഉപ്പായിട്ടല്ലേ പോയത്? എങ്ങനെയാണ് താഴത്തേക്ക് എത്തുമ്പം മുകളിലേക്ക് പോയി നീരാവിയായി തിരിച്ചു വരുമ്പോൾ അത് മിനറൽ വാട്ടറായി, ശുദ്ധവെള്ളം. എന്നിട്ട് അതും നല്ല രസം. നിങ്ങൾ ആലോചിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര മനോഹരമായാണ് വെള്ളം സ്റ്റോർ ചെയ്തത് ഭൂമിയിൽ. നമ്മളൊരു വലിയ ബീപ്പ് എടുത്തിട്ട് പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം സ്റ്റോർ ചെയ്താൽ എത്ര ദിവസത്തിലുണ്ടാവും? നിങ്ങൾ ആലോചിക്കുക. പൈപ്പൊക്കെ പൊട്ടിയാൽ നമ്മൾ അനുഭവിക്കണമാണല്ലോ, അല്ലെങ്കിൽ വെള്ളം സ്റ്റക്കായാൽ നമ്മൾ അനുഭവിക്കണമാണല്ലോ. എത്ര ദിവസത്തിലുണ്ടാവും? സുബ്ഹാനല്ലാഹ്. അള്ളാഹു സ്റ്റോർ ചെയ്ത സ്ഥലത്തുനിന്ന് അള്ളാഹ് പറയുന്നുണ്ട്, വമാ അൻതും ലഹു ബിഖാസിനീൻ. നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല എന്ന് വെള്ളം.
ആ പണിക്ക് കിടക്കണ്ടെന്ന്. എത്ര മനോഹരമായാണ് ആ വെള്ളം അല്ലാഹു സ്റ്റോർ ചെയ്തത് അല്ലേ. എല്ലാം ഭയങ്കര അത്ഭുതമല്ലേ ഇതൊക്കെ. ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا. എല്ലാം പറഞ്ഞു. വ്യത്യസ്തമായ ധാന്യങ്ങൾ പറഞ്ഞു, പഴങ്ങൾ പറഞ്ഞു, പല രീതിയിലുമുള്ള. ഭയങ്കര അത്ഭുതമല്ലേ. ഈ സാധനങ്ങളൊക്കെ ഒരേ ഭൂമിയിലാണ് കൃഷി ചെയ്യുന്നത്, ഒരേ വെള്ളമാണ് ഇതിന് നനക്കണത്. പക്ഷെ കിട്ടണതോ വഫിൽ അർദി ഖിത്അഉൻ മുതജാവിറാത്ത്. അല്ലാഹു പറയുന്നുണ്ട്, ഭൂമിയിൽ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശം. ഇവിടെ നമ്മൾ മുന്തിരി കൃഷി ചെയ്തു, ഇപ്പുറത്ത് കൈപ്പക്ക കൃഷി ചെയ്തു, ഇപ്പുറത്ത് ആപ്പിൾ കൃഷി ചെയ്തു. ഒക്കെ ഒരേ ഭൂമിയല്ലേ. കൊടുത്തതോ ഒരേ വെള്ളം, കിട്ടിയതോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഭയങ്കരല്ലേ. നമ്മൾ ചിന്തിച്ചു നോക്കണം സമയം. വസൈതൂനൻ വനഖ്ല. സൈത്തൂൻ, ഒരുപാട് സംഗതി ഉണ്ട് ചിന്തിക്കാൻ. ഇതിൽ കുറച്ചൊന്നുമല്ല. സൈത്തൂൻ നമുക്കറിയാം, ഒരു കായാണ് തിന്നണേ അല്ലേ. നഖ്ലോ ഒരു മരമാണ്. നഖ്ല് പറഞ്ഞാൽ എന്താ? ഈത്തപ്പനയാണ്. സൈത്തൂൻ പറഞ്ഞപ്പോൾ അതിന് ശരിക്കും അതിൻ്റെ കൂടെ പറയേണ്ടത് കാരക്കനല്ലേ. സൈത്തൂനൻ വ തമ്ര എന്നല്ലേ പറയേണ്ടിയിരുന്നു. ആലോചിച്ചോക്കി അല്ലേ. ഒന്ന് കായും മറ്റതെന്താ? എന്തായിരിക്കും അങ്ങനെ? അതാണ് അള്ളാഹു പ്രയോഗിച്ച ഓരോ പ്രയോഗത്തിലും അത്ഭുതമുണ്ട്. എന്താ കാരണം എന്നറിയോ? ഈ നഖ്ല് എന്ന് പറയാൻ കാരണം ഒരുപാട് കാരണമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നഖ്ലിൽ നിന്ന് വരുന്ന തമ്ര മാത്രമല്ല കഴിക്കുക. ഈ കാരക്കൊക്കെ ഒരുപാട് സ്റ്റേജ് ഉണ്ട്, മനസ്സിലായി? നമ്മൾ തമ്രയെ കാണലുള്ളൂ. അതാണ് ആദ്യത്തെ സ്റ്റേജ്. ബിസ്റാണ്, അതും തിന്നും, മനസ്സിലായില്ലേ? പച്ചങ്ങട്ട് വിട്ട ഒരു നേരമുണ്ട്. പിന്നത്തെ സ്റ്റേജ് റുത്തബാണ്. റുത്തബ് നമുക്ക് പരിചയം ഉണ്ടല്ലോ, നമ്മൾ നോമ്പിനൊക്കെ കാണുന്ന നല്ല ഇതുള്ള. പിന്നത്തെ സ്റ്റേജാണ് എന്ത്? തമ്പ്ര. ഇതൊക്കെ എന്താണ്? ഇനി ഇത് മാത്രമല്ല, ഈ നഖ്ലിൻ്റെ ഒരു പ്രത്യേകത, ഈ ഈത്തപ്പൻ്റെ ഒരു പ്രത്യേകത, ഈത്തപ്പനെന്ന് ഒന്നും ഒഴിവാക്കാല്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ പറയലുണ്ട് തെങ്ങ് ഒന്നും ഒഴിവാക്കാല്ല എന്ന് പറയലുണ്ട്. പണ്ട് കേട്ടോ, ഇപ്പോഴല്ല. പണ്ട് തെങ്ങുമെന്നുള്ള ഒന്നും ഒഴിവാക്കല്ലേ. അതേമാതിരി ഈത്തപ്പന ഒന്നും ഒഴിവാക്കല്ല, ഒരു സാധനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനുകളെ ഉപമിച്ചത് ഈത്തപ്പനയോടാ. മുഅ്മിന് ഒന്നും ഒഴിവാക്കാനല്ല. അതേപോലെയാണ് ഈത്തപ്പന. വഹദായിഖ ഗുൽബാ, അതാണ് ഭയങ്കര ഇടതീർന്നു നിൽക്കുന്ന തോട്ടങ്ങൾ. വഫാകിഹത്തൻ വഅബ്ബ, പഴവർഗ്ഗങ്ങളെല്ലാം വർഗം. പിന്നെ അബ്ബ് ആർക്കുള്ള? നാക്കാലികൾക്കുള്ള. എല്ലാം പറഞ്ഞു, ആരും ഒഴിവാക്കിയിട്ടില്ല, എല്ലാവരും പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാതിരി നിഅമത്തുകളാണ്. ഇത് ചെയ്തിട്ട് പറയാണ്, തന്നിട്ട് പറയാണ്, മതഅല്ലക്കും വലിയഅൻഅമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും. സുബ്ഹാനല്ലാഹ്, ഭയങ്കരമാണ്. നമ്മളെ സമയം കഴിഞ്ഞു. ഇത് സത്യത്തിൽ എന്താ വെച്ചാൽ ഈ ഭാഗം നമ്മൾ ശരിക്കും നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധയോടുകൂടി വായിക്കണം. കല്ലാലമ്മ യഖ്ദി മാ അമറ മുതൽ ഭയങ്കരമാണ്. നമ്മൾ ശരിക്കും ഇങ്ങനെ അനുഭവിക്കും. നമ്മളിനി ഭക്ഷണം കഴിക്കുമ്പോൾ, ഇപ്പം ഈ ഫുഡ് തിന്നുമ്പോഴൊക്കെ ശരിക്കും നമ്മൾ അനുഭവിക്കും. നമ്മൾ എന്തുമാത്രം വീഴ്ചയാണ് സഹോദരന്മാരെ വരുത്തിയത്. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമി, നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ ഭക്ഷണം എവിടുന്ന് വന്നതാ? എത്ര ആളുകളുടെ പരിശ്രമമാണ്, എത്ര ആളുകളുടെ അധ്വാനമാണ്, എന്തൊരു വലിയ നിഅമത്താണ് അല്ലാഹു എനിക്ക് തന്നത്. ഭക്ഷണം മേശപ്പുറത്ത് എത്തിയത് മാത്രമല്ല, അത് കഴിക്കാനുള്ള തൗഫീഖ് ഭയങ്കരമല്ലേ. എത്ര ആൾക്കാരുണ്ട് പൈസ ഉള്ളതിൽ കഴിക്കാൻ പറ്റാത്തവർ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പട്ടിണി വേറുണ്ട്, എല്ലാം കഴിക്കാൻ പറ്റാത്തവർ എത്ര ഉണ്ട്. എന്നിട്ട് അതിൻ്റെ ആ രൂപം അന്ന സബബിൻ അൽമ അസബ്ബ, നമ്മൾ മനസ്സിലാക്കണം. ഓരോ തുള്ളി വെള്ളവും നമ്മളോട് ഒരുപാട് കഥ പറയുന്നുണ്ട്. ഓരോ തുള്ളി മഴത്തുള്ളിയും നമ്മളോട് ഒരുപാട് കഥ പറയുന്നുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള കഥയാണിത്. അള്ളാഹിൻ്റെ നേർക്ക് നേരെ വന്നതാ. അതാണ്. നിങ്ങൾക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ മഴ വരുമ്പോൾ നബി കുപ്പായം കഴിച്ചിട്ടിട്ട് ആ മഴ ശരീരത്തിൽ കൊള്ളിക്കുമായിരുന്നു. നേർക്ക് നേരെ റബ്ബിൽ നിന്ന് വരികയാണ്. ഭയങ്കര സംഭവമല്ലേ. എന്നിട്ടോ ഈ മഴ പെയ്തപ്പോൾ സുമ്മ ശഖഖനൽ അർദ ഷഖ, ഭൂമി ഇങ്ങനെ പളർന്നു. എന്നിട്ട് അതിന് എന്തുണ്ടായി?
فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة. നോക്കൂ, ഇങ്ങനെയായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞത്. മുസ്ലിമിൻ്റെ ഹൃദയം മഴ പെയ്താൽ ഭൂമി പിളർന്ന് ഈ സസ്യങ്ങളൊക്കെ മുളച്ചു വരുന്നത് പോലെ മുസ്ലിമിൻ്റെ ഹൃദയത്തിലേക്ക് ഖുർആനാകുന്ന മഴ വർഷിച്ചാൽ ഈമാൻ ഇങ്ങനെ മുളച്ചു വരണം. അതിനത് പറഞ്ഞു. അല്ലാതെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടല്ല. ശരിക്കും ശ്രദ്ധിച്ചോ, ഭൂമിയും മുസ്ലിമിൻ്റെ ഹൃദയവും ഒരേപോലെയാണ്. ഭൂമിയിലേക്ക് മഴ പെയ്താൽ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു വരൂലേ? അതുവരെ എന്തായിരുന്നു? ജാഫായിരുന്നു, ഭയങ്കര ഉറപ്പുള്ളതായിരുന്നു അല്ലേ? അതേപോലെയാണ് മുസ്ലിമിൻ്റെ ഹൃദയം. മുസ്ലിമിൻ്റെ ഹൃദയം ഉറപ്പുള്ളതാ. പക്ഷെ അതിലേക്ക് മഴ വന്നാലോ, ഏതാ മഴ? ഖുർആനാകുന്ന മഴ പെയ്താൽ പല സാധനങ്ങളും മുളച്ചു വരും. ഇവിടെ നമ്മൾ കണ്ടല്ലോ മുളച്ചു വന്നത് പല സാധനങ്ങൾ, പല തരം, പല പ്രോട്ടീനുകൾ, പല കളറുകൾ, പല ടേസ്റ്റുകൾ. മനസ്സിലായില്ലേ? മതഅല്ലക്കും വലിയ അൻആമിക്കും. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാ സാധനവും, ഇവിടെയുള്ള എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലുള്ള എല്ലാ ഫുഡ് ഐറ്റംസും, ഈ കടലിലുള്ള മുഴുവൻ മത്സ്യവും ആർക്കു വേണ്ടിയുള്ള? മതഅല്ലക്കും ആണ്. മഴ പെയ്തപ്പോൾ മുളച്ചു വന്ന പുല്ലുകളില്ലേ, നമ്മൾ വെട്ടിക്കളഞ്ഞ പുല്ലുകൾ, അതെന്താ? വലിയ അൻആമിക്കും. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത സംഭവമാണ്. നോക്കി, എവിടുന്നാപ്പം നമ്മൾ വന്നത്? എവിടുന്നാ വന്നത്? നമ്മളൊരു ബീജത്തിൽ നിന്ന് വന്നു, ഇങ്ങനെ വന്നു അല്ലേ? രണ്ടാമത്തെ ഘട്ടം എവിടുന്ന് വന്നു? ആകാശത്തിൽ നിന്ന് വന്നു. എവിടെ എത്തി? നമ്മളെ സുപ്രയിലെത്തി, ഭക്ഷണത്തളികയിലെത്തി. ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ നിഅമത്തുകൾ ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും അനുഭവിക്കണം. ഇപ്പോൾ പറഞ്ഞേ മുഴുവൻ നമ്മളിതിങ്ങനെ അനുഭവിക്കണം, ഭയങ്കര അനുഭവിക്കണം. നമ്മൾ എല്ലാ ഭക്ഷണവും കഴിക്കണം, രുചിച്ച് കഴിക്കണം. മനസ്സിലായി? ടേസ്റ്റോട് കൂടി കഴിക്കണം. കഴിക്കുമ്പോൾ ഫോൺ നോക്കിയും വേറെ വർത്താനം പറഞ്ഞും ബഹളം വെച്ചുമല്ല, അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ. അപ്പോഴേ നമുക്ക് എന്ത് വരുള്ളൂ? ശുക്ർ വരുള്ളൂ. അപ്പോഴേ നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയുള്ളൂ. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.